ഒരു ഓഡിയോളജിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പഠിച്ചൊരു കോഴ്സ് ഉണ്ട്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പഠനകാലത്ത് കാണിച്ച കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോഴ്സ് നല്ല ഒരു മെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റോ സ്പീച്ച് തെറപ്പിസ്റ്റോ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനകാലത്ത് വരുത്താണ്ടിരിക്കാൻ ഉള്ള കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യമാണ്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കസ് അല്ല, ഷെയർ ചെയ്യും. സോ ഫസ്റ്റ്, നമുക്കെപ്പോഴും നമ്മുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് തിയററ്റിക്കൽ ക്ലാസ്സിനോടൊപ്പം ക്ലിനിക്കൽ ടൈമുകൾ കാണും. അതായത് നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയർ പ്രൊഫഷണൽസ് ഒരു പേഷ്യൻസുമായി ഡീൽ ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ വേണ്ടി നമുക്ക് ക്ലിനിക്കിൽ പോയി നമ്മൾ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപഠിക്കാം, ഒബ്സർവ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആ ഒരു ടൈം ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും. അത് സ്വാഭാവികമാണ്, നാച്ചുറലാണ്. നമുക്ക് ആ ഒരു ടൈമിൽ മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സീനിയേഴ്സോ ഈ പറയുന്ന സീനിയർ സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ചെറുതായിട്ടൊക്കെ ദേഷ്യപ്പെട്ടെന്നിരിക്കാം. പക്ഷേ അതൊന്നും ഒരു കാര്യമുള്ള കാര്യമേ അല്ല. നമുക്ക് ആ ഒരു ടൈമിൽ മിസ്റ്റേക്ക് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ മിസ്റ്റേക്ക് പറ്റാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു റിയൽ മനുഷ്യൻ്റെ അടുത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ ആയിട്ടുള്ള സമയമാണ്. നമുക്ക് കാര്യങ്ങൾ അറിയില്ല, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ ആ ഒരു അറിവില്ലായ്മ വച്ചിട്ട് വേണം അറിവുകൾ നേടാൻ വേണ്ടി. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റി കുഴപ്പമില്ല. ആ ഒരു ടൈമിൽ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിലും നിങ്ങൾക്കത് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ടൈമിൽ എല്ലാം മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിതൊന്നും പഠിച്ചിട്ടല്ലല്ലോ തിരിച്ചു വരുന്നത്. ആ ഒരു ടൈമിലേ നമ്മൾ കാര്യങ്ങൾ പഠിക്കുള്ളൂ. സോ ഓക്കെ, എനിക്കിത് അറിയില്ല അല്ലെങ്കിൽ അവരത് വഴക്ക് പറയും എന്നുള്ളൊരു പേടി മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും ക്ലിനിക്കൽ ടൈമുകൾ മിസ്സാക്കാണ്ടിരിക്കുക. മാക്സിമം ക്ലിനിക്കൽ ടൈമുകൾ യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ തിയററ്റിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾ കട്ട് ചെയ്താൽ പോലും ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 2, ഇപ്പോൾ നമുക്കൊരു സ്റ്റാഫ് നമ്മളെ കാര്യം പഠിപ്പിച്ചു തരാണ്. നമ്മുടെ സെമസ്റ്റർ വൈസ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഒരു ടോപ്പിക്ക് നമുക്ക് പറഞ്ഞു തരാണെന്ന് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഭാഗം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയാം. കൂടെ ഇരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരി ശകലം സീനിയറാണ് അല്ലെങ്കിൽ പുള്ളിക്കാരി ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്ന് വെച്ച് തലയാട്ടി ഇരിക്കരുത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലായില്ല എന്നൊരു കാര്യം ഒന്നുകിൽ ആ ഒരു പീരീഡ് ഓഫ് സംതിങ് കഴിഞ്ഞതിന് ശേഷം അവർ പേഴ്സണലായിട്ട് ചെന്ന് ചോദിക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ കാരണം ഞാനിത് പറഞ്ഞോളാം, ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു റിയൽ ആളിൻ്റെ മുമ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിച്ച് എഴുതി വയ്ക്കുക മാത്രമല്ല, നമുക്കിതെല്ലാം മനസ്സിലായിരിക്കണം. സോ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാഫ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്നുള്ളത് എണീച്ചിരുന്ന് ധൈര്യത്തോടെ പറയാം. എണീച്ചെന്ന് പറയണമെന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും മാമിനെ കണ്ട് മാം എനിക്കിത് മനസ്സിലായില്ല എന്നുള്ളത് അവിടുത്തെ പറയാം. ഓക്കെ, 3, ബുക്ക് വായിക്കാം. ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒരു ബുക്ക് വായിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത് നമുക്ക് സെമസ്റ്ററിൽ ഓൾറെഡി ഉണ്ടായിരിക്കാം. ആ ഒരു ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി പോകുക. എന്തായാലും കോളേജിൽ ലൈബ്രറി കാണും. ആ ലൈബ്രറി പോയിട്ട് ആ ഒരു ടോപ്പിക്കുള്ള ബുക്കുകൾ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റോ ഒരു അരമണിക്കൂറോ സംതിങ് വായിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാഫ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശകലം കൂടി സിംപ്ലിഫൈ ചെയ്ത് ആ ഒരു ബുക്കിൽ കാണും. ശകലം കൂടി അഡീഷണൽ ഇൻഫോർമേഷൻസ് കാണും. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആക്കാൻ പറ്റും. സോ ബുക്ക് വായിക്കാം. അത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി കോഴ്സ് ചെയ്യുന്ന ആളുകളാണ്, 3rd ഇയറോ അല്ലെങ്കിൽ 2nd ഇയറോ സംതിങ് ആയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ബുക്ക് വായിച്ച് തുടങ്ങാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ മിസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ശകലവും കൂടി ഞാൻ ആ ഒരു ടൈമിൽ ശകലവും കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന മറ്റേതെങ്കിലും സീനിയർ സ്റ്റാഫോ അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റോ ഏതെങ്കിലും ഒരു പ്രൊഫഷണലോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ടൈമിൽ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ യെസ്.